Hello dear students. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേപ്പിംഗ് മെഷീൻസിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസ് സബ്ജക്റ്റിലെ ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഒരു സിംഗിൾ ടോപ്പിക്കാണ് ഷേപ്പിംഗ് മെഷീൻ. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. Shaping is a process of machining a flat surface which may be horizontal, vertical, inclined, concave or convex using a reciprocating single point tool. A shaping machine is a reciprocating type of machine tool. Okay. അപ്പോൾ ഷേപ്പിംഗ് മെഷീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷേപ്പിംഗ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഷേപ്പിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഫ്ലാറ്റ് സർഫസോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇൻക്ലൈൻഡ്, കോൺകേവ് ഓർ കോൺവെക്സ് ഏത് ടൈപ്പ് സർഫസും ആയിരിക്കാം. പക്ഷെ അവിടെ യൂസ് ചെയ്യുന്നത് ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്, അതും റെസിപ്രോക്കേറ്റിംഗ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ, രണ്ട് ഡയറക്ഷനിലേക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഷേപ്പിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യുന്ന മെഷീനെയാണ് നമ്മൾ ഷേപ്പിംഗ് മെഷീൻ എന്ന് പറയുക. ഇറ്റ് ഈസ് എ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് മെഷീൻ ടൂളായിരിക്കും. ഓക്കെ, റെസിപ്രോക്കേറ്റിംഗ് ചെയ്യുന്ന ഒരു മെഷീൻ ടൂളാണ് ഷേപ്പിംഗ് മെഷീൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം റൊട്ടേറ്റിംഗ് ടൈപ്പ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് സ്പെഷ്യലി റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഷേപ്പിംഗ് മെഷീൻ്റെ കൺസ്ട്രക്ഷൻ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഷേപ്പർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഷേപ്പിംഗ് മെഷീൻ. അപ്പോൾ അതിലെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത് ഒരു ബേസ്, ദെൻ കോളം, ദെൻ ടേബിൾ, റാം, ടൂൾ ഹെഡ്. ഇത്രയാണ് അതിലെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. ദെൻ ബേസ് എന്ന് പറയുന്നത് എല്ലാ മെഷീൻസിൽ ഉള്ളതുപോലെ തന്നെ ഫ്ലോറിൽ മൗണ്ട് ചെയ്യുന്ന പോർഷനാണ്. ഒരു ലാർജ് കാസ്റ്റിംഗ് ആയിരിക്കും ബേസ് എന്ന് പറയുന്നത്. ബേസിലായിരിക്കും കോളം അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരിക്കുക. ഒരു വെർട്ടിക്കൽ പോർഷനാണ് കോളം എന്ന് പറയുന്നത്. ബേസിൽ വെർട്ടിക്കലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ കോളത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ബേസിൻ്റെ മുകളിലായിട്ട് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോളത്തിൻ്റെ ടോപ്പ് പോർഷനിൽ റാം ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫിക്സഡ് അല്ല, കോളത്തിൻ്റെ ടോപ്പിൽ കുറച്ച് ഗൈഡ് വേസ് ഉണ്ടായിരിക്കും. ആ ഗൈഡ് വേസിൽ രണ്ട് ഡയറക്ഷനിൽ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് റാമിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ റാമിൻ്റെ ഒരെൻഡിൽ ടൂൾ ഹെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂൾ ഹെഡിൽ ടൂള് ഫിക്സ് ചെയ്യാനുള്ള ഒരു ടൂൾ പോസ്റ്റ് ഉണ്ടായിരിക്കും. ഇതാണ് ഒരു ഷേപ്പറിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം. ഒരു ബേസ്മെൻ്റ് ഉണ്ടായിരിക്കും, ഒരു കോളം, ദെൻ കോളത്തിൻ്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ ബേസിൻ്റെ തൊട്ട് മുകളിലായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള പോർഷനാണ് ടേബിൾ എന്ന് പറയുന്നത്. ദെൻ കോളത്തിൻ്റെ ടോപ്പിൽ ഗൈഡ് വേസിൽ രണ്ട് ഡയറക്ഷൻ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും മൂവ് ചെയ്യുന്ന രീതിയിൽ ഒരു റാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. റാമിൻ്റെ ഒരു എൻഡിലായിട്ട് ടൂൾ ഹെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടൂൾ ഹെഡിൽ നമുക്ക് കട്ടിംഗ് ടൂളിനും ഫീഡിങ് കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ ടേബിളിനും ഫീഡിങ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ടൂൾ ഹെഡിലും അല്ലെങ്കിൽ കട്ടിംഗ് ടൂളിലും വർക്ക് പീസിലും ഒരേ ടൈമിൽ നമുക്ക് ഫീഡിങ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ദെൻ ഷേപ്പറിൻ്റെ ഡ്രൈവിംഗ് മെക്കാനിസവും അതുപോലെ തന്നെ ഫീഡ് മെക്കാനിസവും എല്ലാം ഹൗസിങ് ചെയ്തിട്ടുള്ളത് കോളത്തിനകത്താണ്. എല്ലാ മോട്ടോറും അതിൻ്റെ ഡ്രൈവിംഗ് മെക്കാനിസവും ഒക്കെ കോളത്തിനകത്താണ് ഹൗസിങ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മസ്റ്റായിട്ടും അതിൻ്റെ ഫിഗർ വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഷേപ്പർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, ദെൻ അതിൻ്റെ മെയിൻ പാർട്സ് ഓൾറെഡി പറഞ്ഞു. ഇനി ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. എന്താണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഇതുവരെ പഠിച്ചതൊക്കെ റൊട്ടേറ്റിംഗ് മെഷീൻ ടൂൾസ് ആയിരുന്നു. പക്ഷെ ഇവിടെ വ്യത്യസ്തമായിട്ട് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് മെഷീൻ ടൂളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു റോട്ടറി മോട്ടോർ ആയിരിക്കും. ഓക്കെ, ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഈ റോട്ടറി മോഷനെ
നമുക്ക് എന്താക്കി കൺവേർട്ട് ചെയ്യണം, റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു മെക്കാനിസം കോളത്തിനകത്ത് ഹൗസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെക്കാനിസത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. അപ്പോൾ അത് എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. The ram moves at a comparatively slower speed during the forward cutting stroke. അതായത് റാമിന് രണ്ട് മോഷനാണുള്ളത്. ഒന്ന് ഫ്രണ്ടിലേക്ക്, അതായത് കട്ടിംഗ് സ്ട്രോക്ക്, ദെൻ ബാക്ക്വേർഡ് സ്ട്രോക്ക് അല്ലെങ്കിൽ റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയും. അപ്പോൾ ഫോർവേഡ് സ്ട്രോക്കിൽ മാത്രമേ കട്ടിംഗ് ഓപ്പറേഷൻ നടക്കൂ. ഓക്കെ, ഫ്രണ്ടിലേക്കുള്ള മൂവ്മെൻറ്റ് അതിനെയാണ് ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുക. അതുപോലെ തന്നെ ബാക്കിലേക്കുള്ള മൂവ്മെൻറ്റിന് റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയും. ഫോർവേഡ് സ്ട്രോക്കിലാണ് കട്ടിംഗ് ഓപ്പറേഷൻ നടക്കുന്നത്, റിട്ടേൺ സ്ട്രോക്കിൽ കട്ടിംഗ് ഓപ്പറേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ദ റാം മൂവ്സ് അറ്റ് എ കമ്പാരിറ്റീവ്ലി സ്ലോവർ സ്പീഡ് ഡ്യൂറിങ് ദി ഫോർവേഡ് കട്ടിംഗ് സ്ട്രോക്ക്. ഫോർവേഡ് കട്ടിംഗ് സ്ട്രോക്കിൽ റാം വളരെ സ്ലോവർ സ്പീഡിലേ മൂവ് ചെയ്യുന്നുള്ളൂ. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ഡ്യൂറിങ് ദി റിട്ടേൺ സ്ട്രോക്ക് the mechanism is so designed to make the tool moves at a faster rate to reduce the idle return time. ഓക്കെ, അതായത് ഫോർവേഡ് സ്ട്രോക്ക് വളരെ സ്ലോവിലും റിട്ടേൺ സ്ട്രോക്ക് വളരെ ഫാസ്റ്റിലും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് അതിനെ ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ റിട്ടേൺ സ്ട്രോക്ക് എന്തിനാണ് ഫാസ്റ്റർ ആക്കിയത് എന്നാണ് ഇവിടെ പറയുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ ടു റെഡ്യൂസ് ദി ഐഡിൽ ടൈം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു റിട്ടേൺ സ്ട്രോക്കിൽ കട്ടിംഗ് ഒന്നും നടക്കുന്നില്ല. അപ്പോൾ നമുക്കത് എത്രയും പെട്ടെന്ന് എത്രയും ഫാസ്റ്ററായി നടത്തുന്നു അത്രയും നമുക്ക് ടൈം, മെഷീനിങ് ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതുകൊണ്ടാണ് റിട്ടേൺ സ്ട്രോക്ക് ഫാസ്റ്ററാക്കി നടത്തുന്നത്. ഫോർവേഡ് സ്ട്രോക്കിനേക്കാൾ റിട്ടേൺ സ്ട്രോക്ക് ആയിരിക്കും കൂടുതൽ ഫാസ്റ്റർ അല്ലെങ്കിൽ സ്പീഡിൽ നടക്കുന്നത്. അതിനെയാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം എന്ന് പറയുന്നത്. ദിസ് മെക്കാനിസം ഈസ് നോൺ ആസ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. ഇനി എങ്ങനെയാണ് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം കിട്ടുന്നത് എന്ന് നോക്കാം. അതിന് 3 മെത്തേഡാണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്ക് മെക്കാനിസം, മറ്റൊന്ന് വിറ്റ്വർത്ത് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം, ദെൻ ഹൈഡ്രോളിക് മെക്കാനിസം. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 3 മെക്കാനിസമാണ് ഷേപ്പറിൽ യൂസ് ചെയ്യുന്നത്. ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്ക്, വിറ്റ്വർത്ത് മെക്കാനിസം, ദെൻ ഹൈഡ്രോളിക് മെക്കാനിസം. ഇനി ഓരോന്ന് എങ്ങനെയാണ് വർക്കിംഗ് നോക്കാം. ആദ്യം പറയുന്നത് ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്ക് മെക്കാനിസമാണ്. അപ്പോൾ ഇതിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്ന് പറയാം. ഇതിലേറ്റവും ആദ്യം പറയുന്നത് ഒരു ബുൾ ഗിയറാണ്. ഓക്കെ, ഒരു ലാർജ് ഡയമീറ്ററിലുള്ള ഒരു വലിയ ഗിയർ ഉണ്ടായിരിക്കും, അതിനെയാണ് ബുൾ ഗിയർ എന്ന് പറയാം. ദെൻ ഒരു സ്ലോട്ടഡ് ലിങ്ക് കൊടുത്തത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അത് താഴെ കെ എന്ന് പറഞ്ഞ പോയിന്റിൽ പൈവട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരു സ്ലോട്ടഡ് ലിങ്ക്. ദെൻ ആ സ്ലോട്ടഡ് ലിങ്കിൻ്റെ അകത്തൊരു സ്ലൈഡിങ് ബ്ലോക്ക്, അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു ക്രാങ്ക് പിൻ. ക്രാങ്ക് പിൻ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് സ്ലൈഡിങ് ബ്ലോക്കുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള പിന്നാണ് ക്രാങ്ക് പിൻ എന്ന് പറയുന്നത്. ദെൻ ഒരു ഡ്രൈവിംഗ് പിനിയൻ, ബുൾ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡ്രൈവിംഗ് പിനിയൻ. അതുപോലെ തന്നെ സ്ലോട്ടഡ് എൻഡിൻ്റെ ഒരു എൻഡ് കെ എന്ന് പറഞ്ഞ പോയിന്റിൽ ഫിക്സ് പൈവട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതർ എൻഡിലായിരിക്കും, അതർ എൻഡ് നേരെ കണക്ട് ചെയ്തിട്ടുള്ളത് റാമിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡ്രൈവിംഗ് പിനിയൻ മോട്ടർ ഓൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡ്രൈവിംഗ് പിനിയൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ബുൾ ഗിയർ അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ക്രാങ്ക് പിന്ന് സ്ലൈഡിംഗ് ബ്ലോക്കിനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ സ്ലൈഡിംഗ് ബ്ലോക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്ലൈഡിംഗ് ബ്ലോക്ക് ഈ സ്ലോട്ടഡ് ലിങ്കിനകത്തുള്ള ഈ സ്ലോട്ടിലൂടെ 2 സൈഡിലേക്കും ഒരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നടത്തും. ആ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ സ്ലോട്ടഡ് ലിങ്കിൽ എത്തുമ്പോഴേക്ക് കെ എന്ന് പറഞ്ഞിട്ടുള്ള പൈവട്ടിനെ ബേസ് ചെയ്തിട്ട് സ്ലോട്ടഡ് ലിങ്കിന് ഒരു ഓസിലേറ്റിംഗ് മോഷൻ അത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്രാങ്ക് പിന്നെ റൊട്ടേറ്റ് ചെയ്യും അതിൻ്റെ കൂടെ. അപ്പോൾ സ്ലൈഡിംഗ് ബ്ലോക്കിന് ഈ സ്ലോട്ടഡ് ലിങ്കിനകത്തൊരു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ സംഭവിക്കും. അപ്പോൾ അത് നമുക്ക് കിട്ടുന്നത് ഒരു ഓസിലേറ്റിംഗ് മോഷനായിട്ടാണ് സ്ലോട്ടഡ് ലിങ്കിലേക്ക് കിട്ടുന്നത്. ഓക്കെ, കെ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഓസിലേറ്റിംഗ് മോഷൻ സ്ലോട്ടഡ് ലിങ്കിന് കിട്ടും. ഈ ഓസിലേറ്റിംഗ് മോഷൻ, അതായത് ഈ സ്ലോട്ടഡ് ലിങ്കിൻ്റെ ഒരു എൻഡ് റാമിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് സ്ലോട്ടഡ് ലിങ്ക് ഓസിലേറ്റ് ചെയ്യുമ്പോൾ റാമിൽ അത് നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ടാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫൈനലായിട്ട് റോട്ടറി മോഷനെ റെസിപ്രോക്കേറ്റിംഗ് മോഷനായിട്ട് നമുക്ക് പുറത്തേക്ക് ലഭിക്കുന്നത്. റാമിൻ്റെ ഒരു എൻഡിലായിരിക്കും ടൂൾ പോസ്റ്റ്,
അതിലായിരിക്കും കട്ടിംഗ് ടൂൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ റാം രണ്ട് സൈഡിലേക്കും ഓസിലേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കട്ടിംഗ് ടൂളും രണ്ട് സൈഡിലേക്ക് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് റെസിപ്രോക്കേറ്റ്. ഓക്കെ, ഇതാണ് ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്കിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരിക്കുക, വരയ്ക്കാൻ പഠിക്കണം പിക്ചർ. ദെൻ ഇതുപോലെയുള്ള മറ്റൊരു മെക്കാനിസമാണ്. അതിനു മുമ്പ് എങ്ങനെയാണ് ഈ ക്വിക്ക് റിട്ടേൺ കിട്ടുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ക്വിക്ക് റിട്ടേൺ മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഫോർവേഡ് സ്ട്രോക്ക് പതുക്കെയും വളരെ സ്ലോവറിലും റിട്ടേൺ സ്ട്രോക്ക് വളരെ സ്പീഡിലും ആയിരിക്കും നടക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഒരു വലിയൊരു സർക്കിൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ആ വലിയ സർക്കിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ബുൾ ഗിയറിനെയാണ്. അതിനകത്തൊരു ഇന്നർ സർക്കിൾ, ഒരു ഡോട്ടഡ് സർക്കിൾ ഉണ്ട്. അത് ക്രാങ്ക് പിന്ന് ഫോളോ ചെയ്യുന്ന പാത്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദെൻ KA അതേപോലെ തന്നെ KB എന്ന് പറഞ്ഞിട്ട് രണ്ട് ലൈന് കാണാൻ പറ്റും. ആ രണ്ട് ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ലോട്ടഡ് ലിങ്കിൻ്റെ രണ്ട് പൊസിഷനാണ്. ഒന്ന് ഇനിഷ്യൽ പൊസിഷനും മറ്റൊന്ന് ഫൈനൽ പൊസിഷനും. KA എന്ന് പറയുന്നത് ഇനിഷ്യലും KB എന്ന് പറയുന്നത് ഫൈനൽ പൊസിഷനും. ദെൻ P1 P2 എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ബ്ലോക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റുകളാണ് P1 ഉം P2. അപ്പോൾ ആദ്യത്തെ പൊസിഷൻ നോക്കുക, KA എന്ന് പറഞ്ഞിട്ടുള്ള ഇനിഷ്യൽ പൊസിഷൻ. അപ്പോൾ അവിടെ P1 എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊസിഷനാണ്, സ്ലൈഡിംഗ് ബ്ലോക്കിൻ്റെ ഇനിഷ്യൽ അല്ലെങ്കിൽ ക്രാങ്ക് പിന്നിൻ്റെ ഇനീഷ്യൽ പൊസിഷനാണ് P1. അപ്പോൾ P1 ക്ലോക്ക് വൈസിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ P1 ഫോളോ ചെയ്യുന്ന പാത്ത് എന്ന് പറയുന്നത് P1 R P2 എന്ന് പറഞ്ഞിട്ടുള്ള ആർക്കായിരിക്കും. ഓക്കെ, അപ്പോൾ P1 R P1 റൊട്ടേറ്റ് ചെയ്ത് P2 എത്തുമ്പോഴേക്ക് KA എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് അതിൻ്റെ ഇനിഷ്യൽ പൊസിഷനിൽ നിന്ന് KB എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അതായത് ഫോർവേഡ് സ്ട്രോക്ക് അവിടെ കംപ്ലീറ്റഡ് ആയിരിക്കും. അപ്പോൾ ഫോർവേഡ് സ്ട്രോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത ആർക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് P1 R P2 എന്ന് പറഞ്ഞിട്ടുള്ള ആർക്ക് ലെങ്ത് ആണ്. ആ ആർക്ക് ലെങ്ത്തിൻ്റെ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് 216 ഡിഗ്രിയാണ്. ഇനി നേരെ തിരിച്ചു നോക്കുക. ഇപ്പോൾ ഫൈനൽ പൊസിഷനിൽ അതായത് KB എന്ന് പറഞ്ഞിട്ടുള്ള പൊസിഷനിൽ ക്രാങ്ക് പിന്നെ നിൽക്കുന്നത് P2 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിലാണ്. ഇനി വീണ്ടും സെയിം ഡയറക്ഷനിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ P2 L P1 എന്ന് പറഞ്ഞിട്ടുള്ള ആർക്ക് ലെങ്ത്തിലൂടെ വീണ്ടും റൊട്ടേറ്റ് ചെയ്യിക്കും. ഓക്കെ, അതായത് P2 വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് P2 L P1 എന്ന് പറഞ്ഞ ആർക്കിലൂടെ മൂവ് ചെയ്തിട്ട് വീണ്ടും അതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ആയിട്ടുള്ള P1ലേക്ക് എത്തും. അപ്പോൾ തിരിച്ച് വീണ്ടും KB എന്ന് പറയുന്ന പൊസിഷനിലുള്ള ലിങ്ക് തിരിച്ച് KA എന്ന് പറയുന്ന പൊസിഷനിലേക്ക് തിരിച്ചെത്തും. അപ്പോൾ ക്രാങ്ക് പിന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് P2 L P1 എന്ന് പറഞ്ഞിട്ടുള്ള ആർക്ക് ലെങ്ത് ആണ്. ആ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് 144 ഡിഗ്രിയാണ് ഏകദേശം. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്താൽ കാണാൻ സാധിക്കും ഫോർവേഡ് സ്ട്രോക്കിൽ റൊട്ടേറ്റ് ചെയ്ത ലെങ്ത്തും റിട്ടേൺ സ്ട്രോക്കിൽ റൊട്ടേറ്റ് ചെയ്ത ലെങ്ത്തും തമ്മിൽ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫോർവേഡ് ലെങ്ത്ത് വളരെ പതുക്കെയും റിട്ടേൺ സ്ട്രോക്ക് വളരെ ഫാസ്റ്ററിലുമാണ് സംഭവിക്കുന്നത്. കാരണം ഇവിടെ ആർക്ക് ലെങ്ത് കുറവായതുകൊണ്ട് റിട്ടേൺ സ്ട്രോക്ക് വേഗത്തിലും ഫോർവേഡ് സ്ട്രോക്കിൽ ആർക്ക് ലെങ്ത് കൂടുതലായതുകൊണ്ട് അത് വളരെ സ്ലോവറിലുമാണ് തിരിയുന്നത്. ഇങ്ങനെയാണ് ക്വിക്ക് റിട്ടേൺ നമുക്ക് കിട്ടുന്നത്. ദെൻ അടുത്തൊരു മെക്കാനിസം എന്ന് പറയുന്നത് വിറ്റ്വർത്ത് മെക്കാനിസമാണ്. ഇത് ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിങ്ക് പോലെ തന്നെ വരുന്നൊരു ഏകദേശം സെയിം വർക്കിംഗ് തന്നെയാണ്. പക്ഷെ ഇവിടെ സ്ലോട്ടർ ലിങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ലോട്ടർ ലിങ്കിൻ്റെ എൻഡ് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ ഫിക്സഡ് അല്ല. പകരം ഇവിടെ നമുക്കൊരു പഴയ പോലെ തന്നെ ഒരു ബുൾ ഗിയർ ഉണ്ട്. ഒരു രണ്ട് സൈഡിലും സ്ലോട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്ലോട്ടഡ് ലിങ്ക്. ദെൻ ഒരു കണക്റ്റിംഗ് റോഡ്, അതുപോലെ തന്നെ അത് ഒരു റാമിലേക്ക് എന്ന് പറയുന്നത് ഒരു റാമിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിലേക്ക് അതും സ്ലോട്ടർ ലിങ്കിനെയും കണക്ട് ചെയ്യുന്ന ഒരു കണക്റ്റിംഗ് റോഡ്. ഓക്കെ, ഇത്രയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ബുൾ ഗിയർ B എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ ഫിക്സഡ് ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ദെൻ ഈ റെഡ് നിറത്തിൽ കാണുന്ന സ്ലോട്ടർ ലിങ്ക് A എന്ന് പറയുന്ന പൊസിഷനിൽ പൈവട്ട് ചെയ്തേക്കും. ഓക്കെ, ദെൻ അതിൽ ബ്ലൂ കളറിൽ കാണുന്ന സ്ലൈഡിംഗ് ബ്ലോക്ക് ആ സ്ലോട്ടിൽ റെസിപ്രോക്കേറ്റിംഗ് ആണ്. ഓക്കെ, C എന്ന് പറഞ്ഞ പോയിന്റിൽ
പൈവട്ട് ചെയ്തിട്ടുള്ള ബ്ലൂ കളറിൽ കാണുന്ന ബ്ലോക്ക്, സ്ലൈഡിംഗ് ബ്ലോക്ക്, അതിനകത്തുള്ള സ്ലോട്ടിലൂടെ രണ്ട് സൈഡിലേക്കും റെസിപ്രോക്കേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഈ ബുൾ ഗിയർ റൊട്ടേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ബ്ലൂ കളറിലുള്ള സ്ലൈഡിംഗ് ബ്ലോക്ക് അതിൻ്റെ കൂടെ തന്നെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അത് ഈ റെഡ് നിറത്തിലുള്ള ലിങ്കിന്, സ്ലോട്ടഡ് ലിങ്കിനെ എ എന്ന് പറഞ്ഞ പൊസിഷനിൽ അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞ പൈവട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ത്രൂ ഔട്ട് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കും. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന സമയത്ത് ഈ ഗ്രീൻ നിറത്തിലുള്ള, അതായത് ഇ എന്ന് പറഞ്ഞിട്ടുള്ള പിസ്റ്റൺ അറ്റാച്ച് ചെയ്തിട്ടുള്ള അതർ എൻഡ്, ഓപ്പോസിറ്റ് എൻഡ്, അതായത് സ്ലോട്ടർ ലിങ്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള കണക്റ്റിംഗ് റോഡ് അവിടെ കാണിച്ചിട്ടുള്ള ഒരു ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള സർക്കിളിലൂടെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രീൻ നിറത്തിൽ കാണുന്ന ബ്ലോക്ക് രണ്ട് സൈഡിലേക്കും റെസിപ്രോക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. അതാണ് നമ്മുടെ റാമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റെഡ് നിറത്തിലുള്ള ലിങ്ക് എ എന്ന് പറഞ്ഞ പൊസിഷനെ ബേസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ റാം രണ്ട് പൊസിഷനിലേക്കും, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്, രണ്ട് ഡയറക്ഷനിലേക്കും റെസിപ്രോക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇങ്ങനെയാണ് വിറ്റ്വർത്ത് മെക്കാനിസത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ദെൻ മറ്റൊരു മെക്കാനിസമാണ് ഹൈഡ്രോളിക് മെക്കാനിസം. ഓക്കെ, ഹൈഡ്രോളിക് മെക്കാനിസത്തിൽ നമ്മളൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഒരു റാമിനകത്ത് ഒരു സിലിണ്ടറും അതിൻ്റെ തന്നെ ഒരു പിസ്റ്റണും ഉണ്ടായിരിക്കും. പിസ്റ്റണിൻ്റെ ഒരു എൻഡ് റാമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഈ സിലിണ്ടറിൻ്റെ രണ്ട് എൻഡിൽ നിന്ന് രണ്ട് ഔട്ട്ലെറ്റ് വരുന്നുണ്ട്. അതായത് പിസ്റ്റണിൻ്റെ ഒരു സൈഡിൽ നിന്ന് ഒരു പാസേജും ഓപ്പോസിറ്റ് എൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വേറൊരു പാസേജും, അത് രണ്ടും കൂടി വന്ന് ജോയിൻ ചെയ്യുന്നത് ഒരു വാൽവിലേക്കാണ്. ദെൻ ആ വാൽവിൽ നിന്ന് 3 കണക്ഷൻ താഴേക്ക് പോകുന്നുണ്ട്. ആ 3 കണക്ഷനോടി ഒരു ഓയിൽ സമ്പിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വാൽവ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. വാൽവിൻ്റെ ഒരു എൻഡിലായിട്ടൊരു റോഡുണ്ട്. ആ റോഡ് ഒരു റിവേഴ്സിങ് ലിവർ എന്ന് പേര് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ റിവേഴ്സിങ് ലിവർ അതിൻ്റെ ഒരു എൻഡ് നോക്കുക മുകളിലേക്ക്, രണ്ട് സ്റ്റോപ്പ് പിന്ന് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പിന്നുകൾ, റാമിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള രണ്ട് പിന്നുകൾ കാണാൻ സാധിക്കും, സ്റ്റോപ്പ് പിന്ന് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ രണ്ട് പിന്നുകളാണ് അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റോപ്പുകളാണ് ഈ റിവേഴ്സിങ് ലിവറിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വാൽവിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് ഓയിലിൻ്റെ ഫ്ലോ, അതായത് നമ്മുടെ സമ്പിലുള്ള ഓയിലിൻ്റെ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് രണ്ട് ഡയറക്ഷനിലേക്ക് മാറി മാറി വരും. ആദ്യത്തെ ഡയറക്ഷൻ പിസ്റ്റണിൻ്റെ ബാക്ക് സൈഡിലാണ് ഫ്ലോ വരുന്നതെങ്കിൽ പിസ്റ്റൺ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യും. ദെൻ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് ഏറ്റവും ഫ്രണ്ടിലെത്തുമ്പോൾ സ്റ്റോപ്പിന് റിവേഴ്സിങ് ലിവറിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. അപ്പോൾ വാൽവിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്ത് വീണ്ടും അതിൻ്റെ ഫ്ലോ റിവേഴ്സ് ചെയ്യിക്കും. അപ്പോൾ നേരെ പിന്നെ ഓയിൽ ഫ്ലോ ചെയ്യുന്നത് പിസ്റ്റണിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ്. അപ്പോൾ റാം തിരിച്ച് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് മൂവ്മെൻറ്റ് കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഹൈഡ്രോളിക് മെക്കാനിസത്തിൽ റാമിൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് മറ്റൊരു ഫിഗറാണ്. ഇതിലും സെയിം വർക്കിംഗ് തന്നെയാണ് നടക്കുന്നത്. ഫിഗർ മാറ്റം വന്നേ ഉള്ളൂ. അതിൽ കൺട്രോൾ വാൽവ് നമുക്ക് കാണാൻ സാധിക്കും. കൺട്രോൾ വാൽവിൻ്റെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് പിസ്റ്റണിൻ്റെ രണ്ട് സൈഡിലേക്കുമുള്ള ഓയിലിൻ്റെ ഫ്ലോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ അടുത്തത് പറയാൻ പോകുന്നത് ഷെയ്പ്പറിൻ്റെ ഓട്ടോമാറ്റിക് ഫീഡ് മെക്കാനിസത്തിനെ കുറിച്ചിട്ടാണ്. അതായത് ഷെയ്പ്പറിൽ വേണമെങ്കിൽ നമുക്ക് ടേബിൾ ഓട്ടോമാറ്റിക് ഫീഡിങ് കൊടുക്കാൻ സാധിക്കും. അതിന് സഹായിക്കുന്ന രണ്ട് ഗിയേഴ്സാണ് ഗിയർ എ എന്നും ഗിയർ ബി എന്നും രണ്ട് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്, ഗിയർ എ ആൻഡ് ഗിയർ ബി. അതിൽ ഗിയർ ബി ഒരു ക്രാങ്ക് പിന്നുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഒരു കണക്റ്റിംഗ് റോഡ് ഒരു ക്രാങ്ക് പിന്നിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. കണക്റ്റിംഗ് റോഡിൻ്റെ അതർ എൻഡ് എന്ന് പറയുന്നത് റോക്കർ റാമിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. റോക്കർ റാം പൈവട്ട് ചെയ്തിട്ടുള്ളത് സെൻറ്ററിലായിരിക്കും. ക്രോസ് ഫീഡ് സ്ക്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രൂവിൻ്റെ സെൻറ്ററിലാണ് റോക്കർ റാം
പൈവട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു റാച്ചറ്റ് വീലും അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. റാച്ചറ്റ് വീലിൻ്റെ പ്രത്യേകത ഔട്ടർ പെരിഫറിയിൽ കുറച്ച് ഗിയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു പൗൾ മെക്കാനിസം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു പൗള്, അതിൻ്റെ സ്പ്രിങ്, ദെൻ അതിൻ്റെ നോബ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ റാച്ചറ്റ് വീലിൻ്റെ പ്രത്യേകത അതൊരു ഡയറക്ഷനിൽ മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അതിൻ്റെ പൗൾ മെക്കാനിസത്തിൻ്റെ പ്രത്യേകതയാണ്. സപ്പോസ് എ എന്ന് പറഞ്ഞ വീൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ബി എന്ന് പറഞ്ഞിട്ടുള്ള വീൽ റൊട്ടേറ്റ് ചെയ്യും. ബി എന്ന് പറഞ്ഞ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്രാങ്ക് പിന്ന് കണക്റ്റിംഗ് റോഡിനെ ഓസിലേറ്റ് ചെയ്യും. ഈ ഓസിലേഷൻ നമ്മുടെ റോക്കർ ആമിലേക്ക് വരും. ഓക്കെ, അപ്പോൾ റോക്കർ ആം എന്ത് ചെയ്യും? റാച്ചറ്റ് വീലിനെ ഒരു ഡയറക്ഷനിൽ മാത്രമായിട്ട് റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് ഈ പോൾ മെക്കാനിസം പ്രിവെൻറ്റ് ചെയ്യും. അപ്പോൾ റാച്ചറ്റ് വീല് ഒരു ഡയറക്ഷനിൽ മാത്രം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്ട്രോക്കിലും ഓരോ ഫീഡിങ് ലഭിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, കണക്റ്റിംഗ് റോഡ് രണ്ട് സൈഡിലേക്കും ഓസിലേറ്റ് ചെയ്യുന്നത് നമ്മുടെ റാമിൻ്റെ ഓസിലേറ്റിംഗ് മോഷന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പോൾ റാച്ചറ്റ് വീല് ഓരോ ഫോർവേഡ്, ഓരോ കട്ടിംഗ് സ്ട്രോക്കിൻ്റെ എൻഡിലും, ഓരോ ഐഡിൽ സ്ട്രോക്കിൻ്റെ, ഓരോ റിട്ടേൺ സ്ട്രോക്കിൻ്റെ എൻഡിലും ഈ റാച്ചറ്റ് വീൽ എന്ത് ചെയ്യും? ഈ റാച്ചറ്റ് വീൽ അതിൻ്റെ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ ഫോർവേഡ് സ്ട്രോക്കിലും നമുക്ക് വീലിനകത്തേക്ക് അല്ലെങ്കിൽ ടേബിളിനകത്തേക്ക് ഫീഡിങ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഓരോ റിവേഴ്സ് സ്ട്രോക്കിൽ അല്ലെങ്കിൽ ഓരോ റിട്ടേൺ സ്ട്രോക്കിലുമാണ് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റോക്കർ ആം രണ്ട് സൈഡിലേക്ക് റെസിപ്രോക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റാച്ചറ്റ് വീലിൽ അതിനനുസരിച്ചുള്ള മോഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫിഗറും നന്നായിട്ട് വരയ്ക്കാൻ പഠിച്ചിരിക്കും. ദെൻ ഷേപ്പറിൽ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. ഓക്കെ, ഷേപ്പറിൽ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് ഷേപ്പർ വൈസ്, ദെൻ ക്ലാംസ് ആൻഡ് സ്റ്റോപ്പ് പിൻസ്, ദെൻ ടീ ബോൾട്സ് ആൻഡ് സ്റ്റെപ്പ് ബ്ലോക്സ്, ആംഗിൾ പ്ലേറ്റ്, വി ബ്ലോക്സ്, സ്പെഷ്യൽ ഫിക്സ്ചേഴ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇതെല്ലാം. അതായത് നമ്മൾ ഡ്രില്ലിംഗ് മെഷീനും അതുപോലെ തന്നെ മില്ലിംഗ് മെഷീനും ഒക്കെ പഠിച്ചപ്പോൾ അതിൽ യൂസ് ചെയ്തിരുന്ന സെയിം വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി പറയാം. നമുക്കറിയാം ഷേപ്പർ വൈസ് എന്ന് പറഞ്ഞാൽ ടേബിളിൽ അറ്റാച്ച് ചെയ്യുന്ന ഒരു വൈസാണ്. അതിലൊരു ഫിക്സഡ് ജോയും ഒരു മൂവബിൾ ജോയും ഉണ്ടായിരിക്കും. അതിൽ ആ രണ്ട് ജോയിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ടാണ് നമ്മൾ വർക്ക് പീസ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ദെൻ താഴെ ഒരു സ്വിവലിംഗ് ബേസ് ഉണ്ടായിരിക്കും. നമുക്ക് വേണമെങ്കിൽ വൈസിനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കാനും സാധിക്കും. ദെൻ മറ്റൊന്ന് ക്ലാംസ് ആൻഡ് സ്റ്റോപ്പിംഗ്. ടീ ബോൾട്ട് അല്ലെങ്കിൽ ടീ സ്ലോട്ടിനകത്ത്, ടേബിളിൻ്റെ ടീ സ്ലോട്ടിനകത്ത് നമ്മൾ ടീ ബോൾട്ട് അറ്റാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്ലാംസ് ആൻഡ് സ്റ്റോപ്പ് പിൻസ് എന്ന് പറയുന്നത്. അത് ഡിഫറെൻറ്റ് മെത്തേഡിൽ നമുക്ക് ഈ ടീ ബോൾട്ടുകളും അതുപോലെ തന്നെ ടീ സ്ലോട്ടുകളും നമുക്ക് യൂസ്ഫുള്ളായിരിക്കും. ദെൻ മറ്റൊരു മെത്തേഡ് സ്റ്റെപ്പ് ബ്ലോക്കും ടീ ബോൾട്ടും ഉപയോഗിച്ചുകൊണ്ട് വർക്കിനെ ക്ലാമ്പ് ചെയ്യുന്നൊരു മെത്തേഡാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ടീ സ്ലോട്ടിൽ ഒരു ടീ ബോൾട്ട് ഫിക്സ് ചെയ്തുകൊണ്ട് സ്റ്റെപ്പ് ബ്ലോക്കിൻ്റെയും ഒരു ക്ലാമ്പിൻ്റെയും ഹെൽപ്പോട് കൂടിയിട്ട് വർക്കിനെ ഫിക്സ് ചെയ്യുന്ന ഒരു മെത്തേഡ്. ദെൻ ആംഗിൾ പ്ലേറ്റ് ഒരു എൽ ഷേപ്പിലുള്ള ഒരു 90 ഡിഗ്രിയിൽ വരുന്ന ഒരു പ്ലേറ്റ് ആണ്. അതിൻ്റെ രണ്ട് ഫേസ് ഉണ്ടായിരിക്കും. ഒരു ഫേസ് ടേബിളിലും ഒരു ഫേസ് വർക്ക് പീസിന് ഹോൾഡ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. ദെൻ വി ബ്ലോക്ക് ഞാൻ പറഞ്ഞു, സർക്കുലർ വർക്ക് പീസസ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ബ്ലോക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഷേപ്പറിൽ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്. ഇനി പറയാൻ പോകുന്നത് ഷേപ്പറിൽ യൂസ് ചെയ്യുന്ന ടൂൾ ഹോൾഡിംഗ് ഡിവൈസിനെ കുറിച്ചിട്ടാണ്. ഷേപ്പറിൽ ആകെ ഒരു ടൂൾ ഹോൾഡിംഗ് ഡിവൈസേ ഉള്ളൂ. അത് അതിൻ്റെ ടൂൾ ഹെഡ് മാത്രമാണ്.
ഓക്കെ, ടൂൾ ഹെഡിലായിരിക്കും ടൂൾ പോസ്റ്റിൻ്റെ പൊസിഷൻ. ടൂൾ പോസ്റ്റിലായിരിക്കും നമ്മൾ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ടൂൾ ഹോൾഡിംഗ് ഡിവൈസിൽ അല്ലെങ്കിൽ ടൂൾ ഹെഡിൽ വരുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡൗൺ ഫീഡ് ഹാൻഡിൽ, അതുപോലെ തന്നെ ആംഗുലാർ ഗ്രാജുവേഷൻസ്, മൈക്രോമീറ്റർ ഡയൽ, ഡൗൺ ഫീഡ് സ്ക്രൂ, ക്ലാപ്പർ ബോക്സ്, ടൂൾ പോസ്റ്റ്, അതുപോലെ തന്നെ ക്ലാപ്പർ ബ്ലോക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ടൂൾ ഹെഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഡൗൺ ഫീഡ് ഹാൻഡിൽ നമുക്ക് കട്ടിംഗ് ടൂളിന് താഴേക്കോ ഡൗൺവേർഡ് ഡയറക്ഷനിലോ അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലോ മൂവ്മെൻറ്റ് കൊടുക്കാൻ ഡൗൺ ഫീഡ് ഹാൻഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആംഗുലാർ ഗ്രാജുവേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനാന്ന് വെച്ചാൽ ഈ ടൂൾ ഹെഡിലുള്ള രണ്ട് സൈഡിലായിട്ട് വരുന്ന രണ്ട് നെറ്റ് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൂൾ ഹെഡിനെ രണ്ട് സൈഡിലേക്കും റൊട്ടേറ്റ് ചെയ്യിക്കാൻ സാധിക്കും. ഓക്കെ, ഏത് ആംഗിളിൽ വേണമെങ്കിലും അതിനെ റൊട്ടേറ്റ് ചെയ്ത് നിർത്താൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ ആംഗുലാർ ഗ്രാജുവേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ടൂൾ പോസ്റ്റിലൊരു ബോൾട്ട് ഉണ്ട്. ആ ബോൾട്ട് ലൂസൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ സാധിക്കും. ഓക്കെ, ഇതാണ് ടൂൾ ഹോൾഡിംഗ് ഡിവൈസ്. ദെൻ ഷേപ്പറിൽ വരുന്ന കുറച്ച് ഓപ്പറേഷൻസ് ആണ് ഷേപ്പർ ഓപ്പറേഷൻസ്. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ കട്ടിങ്, ദെൻ വെർട്ടിക്കൽ കട്ടിങ്, ആംഗുലാർ കട്ടിങ്, കീ വേസ്, ഗ്രൂസ് ആൻഡ് സ്ലോട്ട് കട്ടിങ്, ദെൻ ഇറഗുലർ കട്ടിങ്സ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഷേപ്പറിൽ ചെയ്യുന്ന പ്രോസസ്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഹൊറിസോണ്ടൽ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് സർഫസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹൊറിസോണ്ടൽ കട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടൂള് രണ്ട് സൈഡിലേക്കും റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുണ്ടാവും. അതിൻ്റെ താഴെ നമുക്ക് വർക്ക് ഒരു ഡയറക്ഷനിലേക്ക് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലാറ്റ് സർഫസ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ സർഫസ് കിട്ടും. ദെൻ വെർട്ടിക്കൽ സർഫസ് ടൂൾ പോസ്റ്റിൽ അല്ലെങ്കിൽ ടൂൾ ഹെഡിൽ നമ്മൾ ഡൗൺ ഫീഡ് ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിക്കൽ സർഫസ് മെഷീൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ വർക്ക് പീസിലല്ല നമ്മൾ ഫീഡ് കൊടുക്കുന്നത്, നേരെ മറിച്ച് ഡൗൺ ഫീഡ് ഹാൻഡിലാണ് ഫീഡിങ് കൊടുക്കുന്നത്. ഇനി ആംഗുലാർ കട്ടിങ്ങിൽ നമ്മൾ ടൂൾ പോസ്റ്റിന് ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്ത് നിർത്തണം, എങ്കിലേ നമുക്ക് ആംഗുലാർ കട്ടിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വേണ്ട ഡിഗ്രി എത്രയാണോ നമുക്ക് ആംഗിൾ വേണ്ടത് ആ ആംഗിളിൽ ടൂൾ പോസ്റ്റിനെ റൊട്ടേറ്റ് ചെയ്ത് നിർത്തുക. എന്നിട്ട് ഡൗൺ ഫീഡ് ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേ ആംഗിളിലായിരിക്കും നമ്മുടെ കട്ടിംഗ് ടൂള് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആംഗുലാർ കട്ടിങ്ങിൽ അത്രയാണ് പറയാനുള്ളത്. ദെൻ കീവേ കട്ടിങ്, നമുക്കറിയാം ചെറിയ ഗിയറിനകത്തോ അല്ലെങ്കിൽ ഗിയറിൻ്റെ ഇൻറ്റേർണൽ സർഫസിലോ ഷാഫ്റ്റുകളിലൊക്കെ കീവേ സ്ലോട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഷേപ്പർ യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ദെൻ ടീ സ്ലോട്ട് ഞാൻ പറഞ്ഞു, വർക്ക് ടേബിളിലൊക്കെ ടീ സ്ലോട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. ടീ സ്ലോട്ട് അതുപോലെ തന്നെ വേറെ ഒരുപാട് ടൈപ്പ് സ്ലോട്ടുകളൊക്കെ നമുക്ക് ഷേപ്പർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. ദെൻ അവസാനമായിട്ട് പറയാനുള്ളത് കട്ടിംഗ് സ്പീഡ് എന്താണ്, ഫീഡ് എന്താണ്, അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് കട്ട് എന്താണ്. അപ്പോൾ ആദ്യം കട്ടിംഗ് സ്പീഡ് എന്താണെന്ന് നോക്കാം. കട്ടിംഗ് സ്പീഡ് ഷേപ്പറിലെ കട്ടിംഗ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ എ ഷേപ്പർ ദ കട്ടിംഗ് സ്പീഡ് ഈസ് ദി സ്പീഡ് അറ്റ് വിച്ച് ദ മെറ്റൽ ഈസ് റിമൂവ്ഡ് ബൈ ദി കട്ടിംഗ് ടൂൾ ഇൻ എ പീരിയഡ് ഓഫ് 1 minute. ഒരു മിനിറ്റിൽ റിമൂവ് ചെയ്യുന്ന മെറ്റലിൻ്റെ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ എത്രത്തോളം മെറ്റൽ റിമൂവ് ചെയ്യുന്നുണ്ട് ആ സ്പീഡ്, ആ റേറ്റിനെ പറയുന്നതാണ് കട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. VC കട്ടിംഗ് സ്പീഡ് അല്ലെങ്കിൽ കട്ടിംഗ് വെലോസിറ്റി VC ഈക്വൽ ടു ln ഇൻറ്റു 1 + K all divided by 1000. Okay, then feed എന്ന് പറയുന്നത് feed is the relative movement of the work or tool in a direction perpendicular to the axis of reciprocation of the ram per double stroke. It is expressed in millimeter per stroke. ഓരോ സ്ട്രോക്കിലും അല്ലെങ്കിൽ ഓരോ ഡബിൾ സ്ട്രോക്കിലും നമ്മൾ വർക്കിൽ കൊടുക്കുന്ന ഫീഡ് MM-ലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ഒരു ഫോർവേഡ് ഒരു ഐഡിൽ സ്ട്രോക്കും ഒരു ഫോർവേഡ് സ്ട്രോക്കും കഴിഞ്ഞാൽ ആണ് നമ്മൾ ഫീഡിങ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 സ്ട്രോക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾ വർക്ക് പീസിൽ എത്രത്തോളം ഫീഡ് കൊടുക്കുന്നുണ്ട് അതാണ് ഫീഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി പറയാനുള്ളത് ഡെപ്ത് ഓഫ് കട്ടാണ്. ഡെപ്ത് ഓഫ് കട്ട് ഈസ് ദി തിക്നെസ് ഓഫ് മെറ്റൽ ദാറ്റ് ഈസ് റിമൂവ്ഡ് ഡ്യൂറിങ് മെഷീനിങ്.
It is the perpendicular distance measured between the machined surface and the uncut surface of the workpiece. ഒരു സിംഗിൾ ഡെപ്ത് ഓഫ് കട്ടിൽ നമ്മൾ എത്രത്തോളമാണ് തിക്നെസ്, എത്ര തിക്നെസ്സിലാണ് കട്ടിങ് കൊടുക്കുന്നത്, അതാണ് ഡെപ്ത് ഓഫ് കട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതും നമ്മൾ MM-ലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓരോ സ്ട്രോക്ക് കഴിയുമ്പോഴും നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ഒരു പർട്ടിക്കുലർ തിക്നെസ്സിൽ ഓരോ പാസിങ്ങിലും ഓരോ തിക്നെസ് കട്ടിങ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫസ്റ്റ് പാസിൽ നമ്മൾ കൊടുക്കുന്ന തിക്നെസ് എത്രയാണോ, ഡെപ്ത് ഓഫ് കട്ട് എത്രയാണോ, അതാണ് ഡെപ്ത് ഓഫ് കട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ലെങ്ത്ത് മെഷർ ചെയ്യുന്നത് അൺമെഷീൻഡ് സർഫസും മെഷീൻഡ് സർഫസും തമ്മിലുള്ള ലെങ്ത്താണ് എന്ത് ഡെപ്ത് ഓഫ് കട്ടായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് ഷേപ്പറിൽ പറയാനുള്ള മെയിൻ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ ഫിഗർ മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം, അതിൻ്റെ പാർട്സുകൾ, ദെൻ അതിലുപയോഗിക്കുന്ന മെക്കാനിസം, 3 മെക്കാനിസം മസ്റ്റായിട്ട് പഠിക്കണം. അതിൽ വരുന്ന പിക്ചറും അതിൻ്റെ വർക്കിംഗ്, പിന്നെ അതിൽ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ്, ടൂൾ ഹോൾഡിംഗ് ഡിവൈസസ്, മെയിൻ ഓപ്പറേഷൻസ്, ഇത്രയാണ് അതിലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. ഓക്കെ.